ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഡ്രൂ മക്കിൻഡിയറുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റാണ്. നിങ്ങളെല്ലാം അറിഞ്ഞാണ് ഡ്രൂ മക്കിൻഡിയർ WWE പുതിയൊരു കോൺട്രാക്ട് സൈൻ ചെയ്തെന്ന്. ഒരു 3 വർഷത്തെ കോൺട്രാക്റ്റൊക്കെയാണ് നിങ്ങൾ അറിഞ്ഞാണ്. അതായത് 2027 സമ്മർ സ്ലാം വരെയുള്ള കോൺട്രാക്റ്റാണ്. പക്ഷേ ഇപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡ്രൂ മക്കിൻഡിയറിന് ഇഞ്ചുറിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം WWE വിട്ടു നിൽക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. 2 തരത്തിലുള്ള റിപ്പോർട്ട് നമുക്ക് പുറത്തേക്ക് വരുന്നുണ്ട്. 2 പ്രമുഖ മാധ്യമങ്ങൾ 2 രീതിയിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, അതായത് ഡ്രൂ മക്കിൻഡിയർ ഇഞ്ചുറിയാണ്, അദ്ദേഹം കുറച്ചാണ് മാറി നിൽക്കും, അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഉടനെ തിരിച്ചു വരത്തില്ലെന്നാണ് ആ ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി മറ്റൊരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, അതായത് ഡ്രൂ മക്കിൻഡിയർ TV ഷോസിൽ അപ്പിയർ ചെയ്യും, പക്ഷേ ലൈവ് ഇവൻറ്റ് അതുപോലത്തുള്ള സംഭവങ്ങളിലൊന്നും അദ്ദേഹം അപ്പിയർ ആകത്തില്ലെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് ഇഞ്ചുറി ഉള്ളതുകൊണ്ട്. സോ രണ്ടിടത്തുനിന്ന് 2 തരത്തിലുള്ള വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. ഏതാണ് വിശ്വസിക്കേണ്ടതെന്ന് അറിയില്ല. സോ നിങ്ങൾ ഏതാണ് ഇഷ്ടം അത് നിങ്ങൾ വിശ്വസിച്ചു. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കർട്ടാങ്കിളും അതുപോലെ ചാറ്റ് കേബിളുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റാണ്. അതായത് കർട്ടാങ്കിൾ പറയുകയാണ് തൻ്റെ ഒരു റീബർത്താണ് ചാറ്റ് കേബിളിൽ കാണുന്നതെന്ന്. നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നു ജേസൺ ജോർഡൻ ആയിരിക്കും കർട്ടാങ്കിളിൻ്റെ ഒരു പിൻഗാമിന്ന്. പക്ഷേ ഇവിടെ ചാറ്റ് കേബിളാണ് കർട്ടാങ്കിളിൻ്റെ ഒരു പിൻഗാമി എന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കർട്ടാങ്കിളും അങ്ങനെ തന്നെയാണ് പറയുന്നത്, തൻ്റെ ഒരു റീബർത്തായിട്ടാണ് ഞാൻ ചാറ്റ് കേബിളിനെ കാണുന്നതെന്ന്. കൂടാതെ എടുത്തൊരു കാര്യം പറയുന്നുണ്ട്, അതായത് ചാറ്റ് കേബിളിൻ്റെ മാനേജറായിട്ട് തനിക്ക് WWE റിട്ടേൺ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് ഇപ്പോൾ കർട്ടാങ്കിൾ പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയത്തില്ല, ഇവർക്ക് 10-60 വയസ്സായി വീട്ടിലിരുന്നാൽ പോരെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അവർ സമ്പാദിക്കേണ്ട എല്ലാം സമ്പാദിച്ച് കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ കുറച്ച് റെസ്റ്റ് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടിലിരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളിപ്പോൾ WWE ആ ഒരു പഴയ എറയിലെ റെസ്ലേഴ്സിനെ ആരെയും വേണമെങ്കിലും എടുത്തു വയ്ക്കും. എല്ലാവർക്കും WWE റിട്ടേൺ ചെയ്യാനാണ് ആഗ്രഹം. അതായത് 10-60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ 50 വയസ്സുള്ള, അതായത് 50 വയസ്സ് കഴിഞ്ഞ സൂപ്പർ സ്റ്റാർസിനെയൊക്കെ എടുത്തു നോക്കിയാൽ മതി. അവർക്കെല്ലാം WWE റിട്ടേൺ ചെയ്യണം, പ്രൊഫഷണൽ റെസ്ലിംഗിൽ തന്നെ നിൽക്കണം എന്നുള്ള ആഗ്രഹം വെച്ചുകൊണ്ട് നടക്കുന്ന വ്യക്തികളാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ നോക്കിയാൽ എങ്ങനെയെങ്കിലും കുറച്ച് അവധി എടുക്കണം, കുറച്ച് ലീവ് എടുക്കണം എന്ന തരത്തിലുള്ള ഒരു സൂപ്പർ സ്റ്റാർസാണ്. സോ അതാണൊരു മെൻറ്റാലിറ്റി ഡിഫറൻസ് എന്ന് പറയുന്നത്. അത് നമുക്കിപ്പോഴും ഈ ഒരു ജനറേഷനിലും നമ്മുടെ വീട്ടുകാർ തമ്മിൽ നമ്മുടെ പ്രായമുള്ള ആൾക്കാരെ നമ്മളെ വെച്ച് കമ്പയർ ചെയ്യുന്നവർക്ക് നമ്മളധികം ജോലിയൊന്നും ചെയ്യില്ല. പ്രായമുള്ള ആൾക്കാർ അവരെപ്പോഴും ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കും. ആ ഒരു സംഭവമാണ് നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. ഇത് ഒരു പ്രായമായിട്ടുള്ള സൂപ്പർ സ്റ്റാർസിനെല്ലാം വീണ്ടും വരണം, വീണ്ടും റെസ്ൽ ചെയ്യണം, വീണ്ടും പണിയെടുക്കണമെന്നാണ്. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷനുള്ള സൂപ്പർ സ്റ്റാർസിന് എങ്ങനെയെങ്കിലും കുറച്ച് ഇഞ്ചുറി വരണം, വീട്ടിൽ കുത്തിയിരിക്കണം, അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെൽസി ഗ്രീനുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. അത് ചെൽസി ഗ്രീൻ ഇപ്പോൾ ഒരു ക്യാമ്പയിൻ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അവർക്ക് WWE ഒരു മാനേജർ ആകണമെന്ന് പറഞ്ഞുകൊണ്ട്, ഇപ്പോൾ അത് റോ ആണോ സ്മാക്ക് ഡൗൺ ആണോ അങ്ങനെയൊന്നുമില്ല, ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ മാനേജർ ആകണം എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയ ഒരു ക്യാമ്പയിൻ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ചെൽസി ഗ്രീന് നേരത്തെ തന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അതായത് നമ്മുടെ മൊട്ടത്തലയിനായ ആഡം പിയേഴ്സിനെ മാറ്റി ആ ഒരു പൊസിഷനിലേക്ക് വരാൻ എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ആഡം പിയേഴ്സ് മാറുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ ആഡം പിയേഴ്സിൻ്റെ ഒരു അസിസ്റ്റൻ്റൊക്കെ ആയിട്ട് ചെൽസി ഗ്രീൻ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവരുടെ കെമിസ്ട്രി നല്ലപോലെ നടക്കുന്നുണ്ട്. സോ ചിലപ്പോൾ ആഡം പിയേഴ്സിൻ്റെ ഒരു അസിസ്റ്റൻറ്റ് മാനേജറൊക്കെ ആയിട്ട് ചെൽസി ഗ്രീൻ നമുക്ക് കാണാൻ സാധിക്കാം. എന്തെങ്കിലും ഇപ്പോൾ ഒരു ക്യാമ്പയിൻ സോഷ്യൽ മീഡിയ നടത്തുന്നുണ്ട്. എന്തായാലും സോഷ്യൽ മീഡിയ മികച്ചിരിക്കാൻ എപ്പോഴും ചെൽസി ഗ്രീൻ നോക്കുന്നുണ്ട്. എന്തായാലും അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അടുത്ത അപ്ഡേറ്റ് അല്ലെങ്കിൽ ഒരു സ്പെക്കുലേഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. WWE കുറേ നാളായിട്ട് കാണുന്ന ആളുകളാണ് നമ്മൾ. സോ WWE ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ എന്താണ് അടുത്ത് നടക്കാൻ പോകുന്നത്, ഏതാണ്ടൊക്കെ നമുക്കറിയാവുന്നൊരു ആൾക്കാരൊക്കെ തന്നെയാണ് മിക്കവാറും ഉള്ള ആളുകളൊക്കെ. സോ ഇപ്പോഴത്തെ ആ ഒരു പോൾ ഹേമൻ അതുപോലെ സോളോ സിക്കാവ് ആ ഒരു സംഭവങ്ങൾ കാണുമ്പോഴേക്കും ഉറപ്പായിട്ടും സോളോ സിക്കാവും നമ്മുടെ പോൾ ഹേമനെ ബിട്രൈ ചെയ്യുമെന്ന്. എന്തായാലും പോൾ ഹേമൻ ബ്ലഡ് ലൈനിൽ നിന്ന് പുറത്താകാറായെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കറിയാം ഇപ്പോൾ റോമൻ റെയ്ൻസും ഇല്ല. ഇനി റോമൻ റെയ്ൻസ് വന്നാൽ മാത്രമേ ചിലപ്പോൾ പോൾ ഹേമൻ ആ ഒരു ബ്ലഡ് ലൈനിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുള്ളൂ. മിക്കവാറും ബാക്ക്ലാഷോടെ പോൾ ഹേമൻ ബ്ലഡ് ലൈനിൽ നിന്ന് പോകാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കറിയാം പോൾ ഹേമനെ നേരത്തെ ബ്ലഡ് ലൈനിൽ നിന്ന് പുറത്താക്കിയതായിരുന്നു. പക്ഷേ അത് ബ്ലഡ് ലൈൻ്റെ, അത് പ്രത്യേകിച്ചും റോമൻ റെയ്ൻസിൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ്റെ ഭാഗമായിരുന്നു. ബട്ട് ഇപ്രാവശ്യം അങ്ങനെ ആയിരിക്കില്ല. ഉറപ്പായിട്ട് പോൾ ഹേമനെ പുറത്താക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫെനോമിനൽ വൺ AJ സ്റ്റൈൽസുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് അദ്ദേഹം എത്രത്തോളം ലെജൻഡായിട്ടുള്ളൊരു സൂപ്പർ സ്റ്റാർ ആണെന്ന്. എന്തായാലും അതിൻ്റെ ഒരു വലിയ എക്സാമ്പിളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് 2016 ഡെബ്യൂ ചെയ്ത AJ സ്റ്റൈൽസ് ഇപ്പോൾ 2024 ആയിരിക്കുന്നു. അതുകൊണ്ട് 885 മാച്ചസാണ് ഈ ഇടയ്ക്ക് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം അദ്ദേഹം TNAയുടെ ഒരു ലെജൻഡായിരുന്നു. അദ്ദേഹം TNA ഉണ്ടായിരുന്നപ്പോൾ അവിടെ ഏതാണ്ട് 815 സംതിങ് മാച്ചസ് ആയിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത്. അതിനെക്കാട്ടി 77 അധികം മാച്ചസ് അദ്ദേഹം WWE ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. 15 മാച്ചോടെ ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് 900 മാച്ചുകളിൽ അദ്ദേഹം WWE കംപ്ലീറ്റ് ആകും. സോ ഒരു ആബ്സല്യൂട്ട് ലെജൻഡ് എന്ന് തന്നെ നമുക്ക് AJ സ്റ്റൈൽസിനെ വിളിക്കാം. അതായത് മറ്റ് ബ്രാൻഡിൽ നിന്നൊക്കെ വന്നിട്ട് ഇത്രയധികം, അതായത് ആ ഒരു 2016 വന്നിട്ട് നമുക്കറിയാം ഇപ്പോഴത്തെ AEW എന്ന് വരുന്ന പോലത്തെ സൂപ്പർ സ്റ്റാർസിന് പുഷൊന്നും അന്നൊന്നും കിട്ടില്ല. നമുക്കറിയാം സമാവജോ വന്നു, EC3 വരെ വന്നു. EC3 നമുക്കറിയാം ഏത് രീതിയിലുള്ള സൂപ്പർ സ്റ്റാർ ആയിരുന്നു TNA, അവർക്കൊന്നും കിട്ടിയിട്ടില്ല. ഇജാതി പുഷും അതുപോലെ ഇതുപോലെ നിലനിൽക്കാനും അവർക്ക് വഴിയില്ല. സോ ആ ഒരു ഏരിയയാണ് നമ്മുടെ
വിൻസ് മിക്മാൻ ഉള്ളപ്പം വരെ AJ സ്റ്റൈൽസ് പിടിച്ചെടുക്കിയ AJ സ്റ്റൈൽസ് എന്ന് പറയുന്ന ഒരു ആബ്സല്യൂട്ട് ലെജൻഡ് തന്നെയാണ്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഡെഫ് റിബലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. നിങ്ങൾക്ക് ഡെഫ് റിബലിനെ അറിയാമോ എന്ന് എനിക്കറിയില്ല. ചിലർക്ക് മാത്രമേ അറിയത്തുള്ളായിരിക്കും. WWE അത്ര ടെക്നിക്കൽ സൈഡൊക്കെ അറിയാവുന്നവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അല്ലാത്തവർക്ക് ഡെഫ് റിബലിനെ അറിയാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. നമുക്കറിയാം അദ്ദേഹം WWE തീം സോങ് ക്രിയേറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ്. നമുക്കറിയാൻ സാധിക്കുന്നത് ഫാൻസിന് അദ്ദേഹത്തിൻ്റെ തീം സോങ്ങിനോടൊന്നും ഒരു താല്പര്യമില്ല. അദ്ദേഹത്തിൻ്റെ തീം സോങ്സ് വളരെ മോശമാണെന്നാണ് ഫാൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ക്രിറ്റിസിസമാണ് അദ്ദേഹം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാൻ സാധിക്കുന്നത് WWE അദ്ദേഹത്തെ പുറത്താകാനുള്ള സാധ്യത ഇപ്പോൾ വളരെയധികം കൂടുതലാണെന്നാണ്. അത് ഈ വർഷം അവസാനത്തോടെ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് എൻഡാവും. സോ അതുകൊണ്ട് അത് ആ ഒരു എൻഡായി കഴിഞ്ഞ് WWE ആ ഒരു കോൺട്രാക്റ്റ് പുതുക്കത്തില്ലെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. സോ ഡെഫ് റിബൽ WWE നിന്ന് പുറത്താകുമെന്നതൊക്കെ ഉറപ്പാണ്. ഇപ്പോഴത്തെ WWE തീം സോങ് നമുക്കറിയാം അത്ര വലിയ രസമൊന്നുമില്ല. പ്രത്യേകിച്ച് റോയൽ റംബിളിൻ്റെ സമയത്തൊന്നും ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പോലും സാധിച്ചില്ല ഏത് സൂപ്പർ സ്റ്റാറിൻ്റെ തീം സോങ് ആണ് ഇതെന്ന് പോലും. അങ്ങനത്തെ വരെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു കോൺട്രാക്റ്റ് അവസാനിക്കുമ്പോൾ മിക്കവാറും പുറത്താകുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാം സോഷ്യൽ മീഡിയയുടെ ഇതനുസരിച്ചാണ് WWE ഇപ്പോൾ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ സോഷ്യൽ മീഡിയ ഒരു നെഗറ്റീവ് അപ്രോച്ചാണ് ഡെഫ് റിബലുമായിട്ട് ബന്ധപ്പെട്ട്. സോ ഉറപ്പായിട്ടും ഡെഫ് റിബൽ പുറത്താകുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഈ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ MJF ബ്രോക്ക് ലെസ്നറിനെ ചെറുതായിട്ടൊന്ന് കളിയാക്കിയിരിക്കുകയാണ്. ചെറുതായിട്ടല്ല, കുറച്ച് വലുതായിട്ട് തന്നെ കളിയാക്കിയിരിക്കുന്നു പറയാം. ഞാൻ എന്തായാലും അത് ഫുൾ എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, കാരണം അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അത് പീസ് ഫെറ്റിഷ് എന്ന് വിളിച്ചിരിക്കുകയാണ് ഇപ്പോൾ MJF ബ്രോക്ക് ലെസ്നറിനെ. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു എന്തൊക്കെയോ സൈൻ ചെയ്യുന്ന ബ്രോക്ക് ലെസ്നർ ഫാൻസിൻ്റെ കൂടി ഇരുന്ന് സൈൻ ചെയ്യുന്ന സമയത്ത് ഫാൻ ബോയോട് സൈൻ ചെയ്യുന്ന സമയത്താണ് അദ്ദേഹം പീസ് ഫെറ്റിഷ് എന്ന് പറയുന്ന ആ ഒരു വാക്ക് അവിടെ ഉപയോഗിച്ചത്. സോ ആ ഒരു വാക്ക് ആ ഒരു ഇൻസിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഗേളുണ്ടല്ലോ, ഇപ്പോൾ നമുക്കറിയാം ഒരു അലിഗേഷനും ബ്രോക്ക് ലെസ്നർ പെട്ടിരിക്കുകയാണ്. ആ ഒരു അലിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഗേളും ബ്രോക്ക് ലെസ്നറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നൊരു സംഭവമാണ്. അത് എനിക്കിവിടെ പറയാൻ സാധിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. എന്താണെന്ന് അറിയുന്നത് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ നിങ്ങൾ ചെന്നൊക്കെ നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ വളരെ മോശം രീതിയിലാണ്. സോ അതൊരു വളരെ മോശം വാക്കാണ്. പീസ് ഫെറ്റിഷ് എന്ന് വിളിച്ച് കളിയാക്കിയിരിക്കുകയാണ് നമ്മുടെ ബ്രോക്ക് ലെസ്നറിനെ. പിന്നെ നമുക്ക് MJFൻ്റെ സ്വഭാവം അറിയാം. അതായത് വായിത്തോന്നി എന്ത് പറയുന്നത് ചെയ്യുന്നൊരു വ്യക്തിയാണ്. CM അങ്ങനെയൊക്കെ കണ്ടുപഠിച്ചുകൊണ്ട് വന്നിരിക്കുന്നൊരു വ്യക്തിയാണ്. സോ അതായത് CM അങ്ങ് ഒരു റോൾ മോഡൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നൊരു വ്യക്തിയാണ്. സോ നമുക്കറിയാം ഇതിൻ്റെ അപ്രോച്ച് എന്തായിരിക്കും. എന്തായാലും ഇതിനെക്കുറിച്ച് നല്ല രീതി മൈൻഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് സ്പീഡ് ടൂർണമെൻറ്റ് നിങ്ങളെല്ലാം അറിഞ്ഞാണ്. എന്തായാലും ടെലിവിഷനിൽ അത് ടെലികാസ്റ്റ് ഒന്നും ചെയ്യത്തില്ല, ബട്ട് അല്ലാതെ നടത്തുന്നൊരു ഓഫ് എയർ നടത്തുന്നൊരു സംഭവമാണ്. എന്തായാലും അതിൻ്റെ ഓൺ എയർ അത് ഉണ്ടായിരിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ട്വിറ്ററിലോ അല്ലെങ്കിൽ എക്സിലൊക്കെ കാണാൻ സാധിക്കുമെന്ന് അറിയുന്നുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ സ്പീഡ് ചാമ്പ്യൻ ആരാണ് നിങ്ങൾ അറിഞ്ഞാണോ? അത് റിക്കോഷയാണ്. എന്തായാലും അതിൻ്റെ കുറച്ച് ഇമേജസ് പുറത്തു വന്നിട്ടുണ്ട്. അത്ര ക്ലിയർ ആയിട്ടുള്ള ഇമേജസ് ഒന്നുമല്ല. അത് ഓൺ എയർ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന സംഭവം എന്തുവാണ്. സോ ഒരു ഇമേജ് നിങ്ങളോട് പങ്കിടണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ പങ്കുവെച്ചതേ ഉള്ളൂ. അത്ര. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. WWE പുതിയൊരു എറ തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അത് Triple H വന്നപ്പോൾ തൊട്ട് പുതിയൊരു എറ സ്റ്റാർട്ട് ചെയ്തു എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ചും റസൽമേനിയ കഴിയുമ്പോൾ തൊട്ടൊരു എറ സ്റ്റാർട്ട് ചെയ്തു അദ്ദേഹം പറഞ്ഞിരുന്നു. എന്തായാലും ആ ഒരു എറയുടെ ഒരു ഭാഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടേയിരിക്കുന്നത്. എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഗന്ധർ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഗന്ധർ പറഞ്ഞ ഇങ്ങനെയാണ്. അതായത് വിൻസ് മിക്മാൻ ഉണ്ടായിരുന്ന സമയത്ത് തനിക്ക് USA വരാനേ താല്പര്യമില്ലായിരുന്നു. ഈ ഒരു എറയുടെ ഭാഗമാകാനേ തനിക്ക് താല്പര്യമില്ലായിരുന്നു. തനിക്ക് UK തന്നെ നിൽക്കാനായിരുന്നു താല്പര്യം. അതുകൊണ്ടാണ് താൻ അവിടെ നിന്നത്. എന്തായാലും Triple H വന്നു. ആ ഒരു സമയത്താണ് താൻ USA വന്നത്, WWEയുടെ ഭാഗമായത്. സോ അത് തനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടെന്നും ഈ ഒരു എറ ഏറ്റവും മികച്ച രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നും Triple Hൻ്റെ വർക്കൊക്കെ വേറെ ലെവലാണെന്നും നമ്മുടെ ഗന്ധർ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. ഗന്ധർ ഇങ്ങനെ പറയത്തുള്ളൂ, നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഇങ്ങനെ പറഞ്ഞാലേ അത് ഇതിന് പുഷ് കിട്ടാൻ പോകുന്നുള്ളൂ. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരുപക്ഷെ ആഡം കോളും ഇവിടെ നിന്നിരുന്നെങ്കിൽ ഇതുപോലൊരു പുഷ് അദ്ദേഹത്തിനും കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിൽ പെടുന്ന കുറച്ച് സൂപ്പർ സ്റ്റാർസാണ്. Triple Hൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിൽ പെടുന്ന കുറച്ച് സൂപ്പർ സ്റ്റാർസാണ് ഗന്ധർ, ആഡം കോൾ തുടങ്ങിയ കുറേയധികം സൂപ്പർ സ്റ്റാർസോ. അവരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവർക്കും പുഷ് കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ദി റോക്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ്. എല്ലാവരും ചോദിക്കുന്നുണ്ട് റോക്ക് ഇനി എപ്പോഴായിരിക്കും തിരിച്ചു വരാൻ പോകുന്നതെന്ന്. എന്തായാലും റോക്ക് ഇനി തിരിച്ചു വരാൻ പോകുന്നത് നമ്മുടെ കോഡി റോഡ്സുമായിട്ട് ഒരു ഫ്യൂഡ് ചെയ്യാനായിരിക്കും. സോ നമുക്കറിയാം ഈ ഒരു കുറച്ച് നാൾ അതായത് നല്ല രീതിയിലുള്ള ഷെഡ്യൂളുണ്ട്, മൂവി ഷെഡ്യൂളുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഒരു സമ്മർ സ്ലാമിലോ സൗദി അറേബ്യ ഇവൻറ്റിലൊക്കെ വരാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് 2025 റോയൽ റംബിളിലായിരിക്കും ഇനി റോക്ക് റിട്ടേൺ ചെയ്യാൻ പോകുന്നതാണ്. എന്തായാലും റോക്കിൻ്റെ റിട്ടേൺ ഉണ്ടായിരിക്കും. വന്നാലേ കോഡി റോക്ക് ആ ഒരു സ്റ്റോറി ലൈനൊക്കെ കംപ്ലീറ്റ് ആകുകയുള്ളൂ. സോ ഉറപ്പായിട്ട് നമുക്ക് കോടിയല്ല റോക്കിന് റോൾ റംബിൾ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ ജസ്റ്റ് അതിന് മുമ്പ് എപ്പോഴെങ്കിലും കാണാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കറിയാം കുറേ നാളായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സംഭവമാണ് റോക്കിനെ റോയൽ റംബിൾ റിട്ടേൺ ചെയ്യിപ്പിക്കുക എന്നുള്ളത്. പക്ഷേ ഇതുവരെ അത് നടന്നിട്ടില്ല. എന്തായാലും അടുത്ത റോയൽ റംബിൾ അത് നടക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്.